ആകാശവാണി കവരത്തി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ജൂൺ 26, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കാനും ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനുമുള്ള അഭ്യർത്ഥനയാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദിനത്തോടനുബന്ധിച്ച് ലഹരിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ലഹരിയിൽ നിന്ന് മോചനം നേടുന്നതിൽ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പങ്കിനെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാനെത്തിയിരിക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ മെഡിക്കൽ ഓഫീസർ സിദ്ധ ഡോക്ടർ റിസ്വാന ഷഹസാദി, നാഷണൽ ഹെൽത്ത് മിഷനിൽ കൗൺസിലറായി ജോലി ചെയ്യുന്ന AFG സാഗർ AB, സാമൂഹിക പ്രവർത്തകരായ താഹ മാളിക, ആസിഫ് അലി. നമസ്കാരം ഡോക്ടർ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ ഡോക്ടർ റിസ്വാന ഷഹസാദി, സിദ്ധ മെഡിക്കൽ ഓഫീസർ, ദീൻദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തി. ലഹരി ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? ലഹരി ഉപയോഗം ഇന്ന് ലോകമെമ്പാടും കാണപ്പെടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസിൽ ഒന്നാണ്. ഇത് ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഇത് കുടുംബത്തെയും സമൂഹത്തെയും അതുപോലെ തന്നെ നെക്സ്റ്റ് ജനറേഷനെ വരെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു വലിയ സാമൂഹിക പ്രശ്നമാണ്. പലരും അതൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്തോ അത് കൗതുകം കൊണ്ടോ കൂട്ടുകാരുടെ സമ്മർദ്ദം മൂലമോ അല്ലെങ്കിൽ സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലിക ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയിലോ ആണ് ലഹരി ഉപയോഗം ആരംഭിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു ഹാബിറ്റ് ആവും, പിന്നെ അതൊരു ഡിപ്പെൻഡൻസ് ആവും, പിന്നെ അഡിക്ഷനിലോട്ട് എത്തും. ഈ ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇല്ലാതെ പറ്റില്ല. ഇതില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിപ്പോ തിരിച്ചറിവ് വരുമ്പോഴത്തേക്കും സാധാരണ ജീവിതത്തിലോട്ടുള്ള തിരിച്ചുപോക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ലഹരിയിലേക്ക് ഒരിക്കൽ അടിമപ്പെട്ടാൽ അതിൽ നിന്ന് തിരികെ വരാൻ കഴിയില്ലെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചികിത്സയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ലഹരിയിൽ നിന്ന് മുക്തി നേടാനാകുമോ? അഡിക്ഷനിൽ റിക്കവറി തീർച്ചയായിട്ടും പോസിബിൾ ആണ്. എന്നാൽ അതിന് ഏറ്റവും വേണ്ടത് ആ വ്യക്തിയുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും ആ വ്യക്തിയുടെ മാത്രമല്ല കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പിന്തുണ വളരെ പ്രധാനമാണ്. അതില് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ലഹരി അഡിക്ഷൻ ഒരു ബാഡ് ഹാബിറ്റ് മാത്രമല്ല, മറിച്ച് അതൊരു ക്രോണിക് മെഡിക്കൽ കണ്ടീഷൻ കൂടിയാണ്. അതായത് ഒരു ലഹരി അഡിക്ഷൻ എന്നുള്ളത് ഒരു ചീത്ത ശീലം അല്ലെങ്കിൽ ചീത്ത സ്വഭാവം എന്നതിനേക്കാൾ ഉപരി അതൊരു രോഗാവസ്ഥയാണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് മനസ്സുണ്ടെങ്കിൽ നിർത്താമല്ലോ, ഞാൻ തുടങ്ങിയിട്ടുള്ള ഒരു ശീലമല്ലേ, എനിക്ക് നിർത്താൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അതിനെ കാണാതെ മറ്റു രോഗങ്ങൾക്ക് എങ്ങനെയാണോ ചികിത്സ ആവശ്യമുള്ളത് അതുപോലെ തന്നെ ചികിത്സയും അത് സംബന്ധമായിട്ടുള്ള എല്ലാ കെയറും ചികിത്സയും പരിചരണവും ആവശ്യമായിട്ടുള്ള ഒരു രോഗമായിട്ട് തന്നെ ആദ്യമായിട്ട് ഇതിനെ കാണണം. ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്കും ചികിത്സയുടെ ഭാഗമായിട്ട് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് മെഡിക്കേഷൻസ്, ഇന്റേണലിയോ എക്സ്റ്റേണലിയോ ഉള്ള മെഡിക്കേഷൻസ് കൊടുക്കാം, കൗൺസിലിംഗ് ചെയ്യാം, ഗ്രൂപ്പ് കൗൺസിലിങ്സ്, ഫാമിലി കൗൺസിലിങ്സ്, അങ്ങനെ വിവിധ ടൈപ്പ് ഓഫ് കൗൺസിലിങ്സ് ഉണ്ട്. പിന്നെ തെറാപ്പീസ് ഉണ്ട്, ബിഹേവിയറൽ തെറാപ്പി, മോട്ടിവേഷണൽ തെറാപ്പി, അങ്ങനെ ഉള്ള തെറാപ്പീസ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് ചില രോഗികൾക്ക് ഡിറ്റോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരാറുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് കൗൺസിലിംഗ് തന്നെയാണ്. പലപ്പോഴും ലഹരി ഉപയോഗിക്കുന്നതിന് പിന്നിൽ വെറും ഒരു കൗതുകത്തിന്റെ പുറത്ത് മാത്രമല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു സ്ട്രെസ് കുറയ്ക്കാൻ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്യും. സ്ട്രെസ് മാത്രമല്ല, ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോൺലിനെസ് തുടങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ ജോബിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ടൈപ്പ് ഓഫ് സ്ട്രെസ് കുറയ്ക്കുന്നതിന് ഭാഗം അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ അത് കൗതുകത്തിന് തുടങ്ങിയിട്ട് നിർത്താൻ പറ്റായ്മ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അതായത് ഇവരുടെ അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ത് ബേസിസിലാണ് ഇവര് ഈ ഒരു രീതിയിലോട്ട് തിരിഞ്ഞത്, ആ ഒരു കാരണങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിയുകയും അവയെ ഹെൽത്തി വേയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുകയും നമ്മൾ കൗൺസിലിങ്ങിലൂടെ ചെയ്യും. കൂടാതെ ഈ കൗൺസിലിങ്ങിലൂടെ തിരിച്ചു വന്ന ആൾക്കാരെ വീണ്ടും അതിലോട്ട് തിരികെ പോകാനുള്ള കുറയ്ക്കാനും കൗൺസിലിംഗ് വഴി തന്നെ സാധിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ, നമ്മുടെ സമൂഹത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് മാറ്റേണ്ടതുണ്ട്. അത് പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമില്ല, എന്നാലും പതുക്കെ പതുക്കെ ആണെങ്കിലും ആ ഒരു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയെ കുറ്റവാളിയായിട്ടോ ഒരു മോശം വ്യക്തിയായിട്ടോ കാണാതെ ചികിത്സ ആവശ്യമുള്ള ഒരു രോഗിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പലരും
സമൂഹത്തിന്റെ വിമർശനം ഭയന്നിട്ട് ചികിത്സ തേടാൻ ഭയക്കുന്ന പലരും ഉണ്ട്. സമൂഹത്തിന്റെ സപ്പോർട്ടിനേക്കാളും ബാക്കിയുള്ള സപ്പോർട്ടിനേക്കാളും ഏറ്റവും ആദ്യം വേണ്ടത് ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ്. അതായത് കുടുംബാംഗങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ മനസ്സിലാക്കുകയും അവരെ കേൾക്കുകയും കരുതലോടെയും പിന്തുണ നൽകുമ്പോൾ തന്നെ നമുക്ക് റിക്കവറി ഫാസ്റ്റ് ആവും. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലി, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ശീലിക്കുകയും എക്സസൈസുകൾ, യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലിക്കുകയും പിന്നെ നല്ല കൂട്ടുകെട്ട്, അതായത് നമ്മുടെ കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള നല്ല ഒരു കൂട്ടുകെട്ട് തുടങ്ങിയവയൊക്കെ ഈ അഡിക്ഷൻ റിക്കവറിയെ ഒരുപാട് സഹായിക്കും. ഇത് ആദ്യം വേണ്ടത് നമുക്ക് ഇപ്പൊ എന്താ, ഞാനിതിന് അഡിക്റ്റ് ആണ്, ഇതൊരു രോഗമാണെന്ന് നമ്മൾ കൂടെയുള്ളവർ രോഗിയെ തിരിച്ചറിയിപ്പിക്കും വിധം പെരുമാറുകയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. എന്നിട്ട് ഈ അസുഖത്തിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് നമ്മുടെ രീതിക്ക് ഏതാണ് യോജിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം, ഏത് ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമെന്ന് മനസ്സിലാക്കി ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അഡിക്ഷൻ ട്രീറ്റബിൾ ആണ്, റിക്കവറി റിയൽ ആണ്. അപ്പോൾ ലഹരിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ ലഹരിയിൽ നിന്ന് തീർച്ചയായിട്ടും മുക്തി നേടാം. അപ്പോൾ ജീവിതത്തെ തീർച്ചയായിട്ടും ഒരു പുതിയ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. നമ്മൾ ഓർമ്മിക്കേണ്ടത് റിക്കവറി ബിഗിൻസ് വിത്ത് അക്സെപ്റ്റൻസ്, അതായത് ഐ ഹാവ് എൻ അഡിക്ഷൻ ആൻഡ് ഐ വാണ്ട് ടു മൂവ് ഫോർവേഡ് വിത്ത് ട്രീറ്റ്മെന്റ് എന്ന ആ ഒരു തിരിച്ചറിവാണ് ലഹരി മുക്തിയിലേക്കുള്ള ഏറ്റവും ആദ്യ ചുവടുവെപ്പ്. ശരിയായ ചികിത്സയും പിന്തുണയും ലഭിച്ചാൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും മടങ്ങി വരാൻ സാധിക്കും. ഡോക്ടർ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രവണത എന്താണ്? ഒരു ഡോക്ടർ എന്ന രീതിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോർമലൈസേഷൻ തന്നെയാണ്. അതായത് ഡ്രഗ് യൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സാധാരണവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ലക്ഷദ്വീപിന്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കുറച്ചു കാലം മുമ്പ് വരെ ഡ്രഗ് യൂസ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ഡ്രഗ് ആയിക്കോട്ടെ യൂസ് ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യമാണ്, കുറ്റമാണ്, വേറൊരാൾ അറിഞ്ഞാൽ അത് മോശം സംഗതിയാണെന്ന രീതിക്ക് ചിന്തിക്കുന്ന ആ ഒരു സമൂഹത്തിൽ നിന്നും മാറി അതൊരു നോർമൽ തിങ് ആണ്, അത് ഡേ ടു ഡേ ലൈഫിൽ സംഭവിക്കാവുന്ന കാര്യമാണ് എന്ന രീതിക്ക് ചിന്തിക്കുന്ന തരത്തിൽ സമൂഹത്തിന്റെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടീനേജേഴ്സിൽ, കോളേജ് കുട്ടികളിലൊക്കെ കൂടിയിരിക്കുമ്പോൾ ജസ്റ്റ് ഫോർ എ ഫൺ, ജസ്റ്റ് വൺ ട്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ പിന്നീട് അത് അഡിക്ഷനിലോട്ട് നയിക്കും. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോഴത്തേക്കും അത് മാറാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഓർക്കാം, അഡിക്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല ഒരാളും ഈ ഡ്രഗ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. എല്ലാവരും കരുതുന്നത് ഞാനൊന്ന് ട്രൈ ചെയ്യുകയാണ്, ഞാനൊന്ന് പരീക്ഷിക്കുകയാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം, എനിക്ക് എൻ്റെതായിട്ടുള്ള കൺട്രോൾ ഉണ്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്, ഇത് കുടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് പറ്റും, എനിക്ക് കൺട്രോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഈ എക്സ്പെരിമെന്റേഷൻ പതുക്കെ ഹാബിറ്റായിട്ട് മാറും, പിന്നെ ആ ഹാബിറ്റ് ഡിപ്പെൻഡൻസിലോട്ട് മാറും, പിന്നെ പതുക്കെ അഡിക്ഷനിലോട്ടാവും. പിന്നെ അഡിക്ഷനിലോട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്കവർ ആയിട്ട് വരാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും കൂട്ടുകാരുടെ പ്രഷറാണ്. അതായത് ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ കമ്പനിക്ക് ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ മാത്രം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ മോശം ആളാവുമോ, അല്ലെങ്കിൽ കൂട്ടുകാരെ നഷ്ടപ്പെടുമോ എന്ന് പറയുന്ന ഒരു ഭയം കാരണം പലരും നോ പറയാൻ മടിക്കുന്നു. പക്ഷെ റിയൽ ഫ്രണ്ട്സ് ഒരിക്കലും നമ്മളെ ഒരു ഡ്രഗിലോട്ടോ മോശം സ്വഭാവത്തിലോട്ടോ തള്ളിവിടില്ല. അപ്പോൾ നമ്മളെ ലഹരിയിലോട്ട് തള്ളിവിടുന്നത് സുഹൃത്തുക്കളെയല്ല. പിന്നെ ഇങ്ങനെ അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കൽ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ. മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട് എനിക്ക്, ഇവിടെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാര് കുറ്റവാളികളെ പോലെ കാണുന്നു. പക്ഷെ ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഞാൻ പറയുന്നത് ഡോണ്ട് ജഡ്ജ്. കാരണം ലഹരി അഡിക്ഷൻ ഒരു ചികിത്സിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ്. അവരെ ഫ്രണ്ട്സ് എന്നോ അല്ലെങ്കിൽ ഫാമിലി സർക്കിൾ എന്നോ നമ്മളെ ഒരു സമൂഹത്തിൽ ഉള്ള ആളെന്നോ ഒരു രീതിക്ക് നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ അഡിക്ഷൻ എന്നുള്ളത് ഒരു ചികിത്സിക്കാവുന്ന രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കി അയാളെ തിരികെ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ലഹരി ഉപയോഗം മനസ്സിനെ മാത്രമല്ല ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നറിയാം. കൂടുതലായി ഏത് അവയവത്തെയാണ് ഇത് ബാധിക്കുക? തീർച്ചയായും ലഹരി ഉപയോഗം ശരീരത്തിലെ ഒരു അവയവത്തെ മാത്രമല്ല മിക്കവാറുമുള്ള എല്ലാ പ്രധാന അവയവങ്ങളെയും സാരമായിട്ട് തന്നെ ബാധിക്കാം. അത് ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റത്തെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്.
തലച്ചോറിനെ ഇത് ബാധിക്കുന്നതിലൂടെ നമുക്ക് ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, പിന്നെ പഠനശേഷി കുറയുക, പഠന വൈകല്യങ്ങൾ ഉണ്ടാവുക, ഡിസിഷൻ മേക്കിംഗ്, അതായത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറയുക, ശരിയും തെറ്റും തിരിച്ചറിയാനും വിലയിരുത്താനുള്ള കഴിവ് കുറയുക, പിന്നെ ശരീരത്തിന്റെ പ്രതികരണ വേഗത കുറയുക തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. മാനസികാരോഗ്യ രംഗത്ത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, പാനിക് അറ്റാക്സ്, സ്ലീപ്പ് ഡിസോർഡേഴ്സ്, മൂഡ് സ്വിങ്സ്, അഗ്രസീവ് ബിഹേവിയർ, സൈക്കോസിസ്, പിന്നെ ഹാലുസിനേഷൻസ്, പിന്നെ സൂയിസൈഡൽ തോട്ട്സ്. പല ആത്മഹത്യാ ശ്രമങ്ങൾക്ക് പിന്നിലും മദ്യവും മയക്കുമരുന്നുകളും ഒരു പ്രധാന ഘടകമായി കാണപ്പെടുന്നുണ്ട്. ഇതല്ലാതെ തന്നെ എല്ലാത്തരം മേജർ ഓർഗൻസിനെയും ലഹരി ഉപയോഗം സാരമായിട്ട് തന്നെ ബാധിക്കും. ലിവറിലാണെങ്കിൽ ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ, ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്, ലിവർ ഫെയിലിയർ പോലുള്ള മാരകമായ കണ്ടീഷൻസ് വരാം. ഒരിക്കൽ ഈ ഗുരുതരമായിട്ടുള്ള ലിവർ ഡിസീസസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ജീവിതകാലം മുഴുവൻ നമുക്ക് അനുഭവിക്കേണ്ടി വരും. പിന്നെ പെട്ടെന്നുള്ള ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, സ്ട്രോക്ക്, BP-യിലുള്ള വ്യതിയാനങ്ങൾ, ഹൈപ്പർ ടെൻഷൻ പോലുള്ള വ്യതിയാനങ്ങളൊക്കെ ഈ ലഹരി ഉപയോഗം കൊണ്ട് സംഭവിക്കാം. ഇത് റെസ്പിറേറ്ററി ഹെൽത്തിനെയും ഡൈജസ്റ്റീവ് ഹെൽത്തിനെയും റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും വരെ സാരമായിട്ട് ബാധിക്കും. പിന്നെ സിറിഞ്ച് കൊണ്ടുള്ള ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇൻഫെക്ഷ്യസ് ഡിസീസായ HIV, AIDS, ഹെപ്പറ്റൈറ്റിസ് B, C, സെപ്റ്റിസീമിയ തുടങ്ങിയ ഗുരുതര രോഗങ്ങൾ പകരാം. ഈ രോഗങ്ങൾ അവരെ മാത്രമല്ല അവരെ ഫാമിലിയെയും സമൂഹത്തെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നുണ്ട്. പല കുടുംബങ്ങളും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകരുന്നതിന്റെ പ്രധാന കാരണം ലഹരിയാണ്. അത് യൂത്തിലുള്ള ഇമ്പാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ, കോളേജ് സ്റ്റുഡൻസിലോട്ടത് ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നുണ്ട്. ഒരു പരിധി വരെ പാരൻസിനും ടീച്ചേഴ്സിനും ഇവരെ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ്, മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാതിരിക്കുക, അതായത് ഒരു ഡിപ്രസീവ് ബിഹേവിയേഴ്സ്, പിന്നെ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുക തുടങ്ങിയിട്ടുള്ള അവരുടെ തനതായ സ്വഭാവത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് കുട്ടികൾ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിനാൽ ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം, മാനസികമായിട്ടുള്ള ആരോഗ്യം, കുടുംബജീവിതം തുടങ്ങിയ എല്ലാ സാമൂഹിക ബന്ധങ്ങളെയും ബാധിക്കുന്ന ഒരു വലിയ ഗുരുതര ആരോഗ്യ പ്രശ്നമാണ്. ഇതിനുള്ള പ്രതിരോധ മാർഗം ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. ഡോക്ടർ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത്. ഒരുപാട് നന്ദി. ലഹരിമുക്ത സമൂഹം എന്ന മഹത്തായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി എന്നെ ക്ഷണിച്ച് കവരത്തി ആകാശവാണി നിലയത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ലഹരി ഉപയോഗം ആരോഗ്യത്തെ മാത്രമല്ല ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കൗൺസിലറോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതലായി കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരികയാണ്. ഏത് പ്രായത്തിലുള്ളവരിലാണ് ഇപ്പോൾ ലഹരി ഉപയോഗം കൂടുതലായി കണ്ടുവരുന്നത്? ലഹരി ഉപയോഗത്തിന് പ്രത്യേക വയസ്സ് പറയാറില്ലെങ്കിലും ഇപ്പോൾ പൊതുവായി ലഹരി ഉപയോഗം കൂടുതലായി കാണപ്പെടുന്നത് 15 മുതൽ 35 വയസ്സ് വരെയുള്ള കൗമാരക്കാരിലും യുവജനങ്ങളിലുമാണ്. പ്രത്യേകിച്ച് സ്കൂള്, കോളേജ് വിദ്യാർത്ഥികളിലും യുവാക്കളിലുമാണ് കൂടുതലായി ലഹരി ഉപയോഗം കണ്ടുവരുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ യുവാക്കൾ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും സാമൂഹിക സാഹചര്യങ്ങളും ഏറെ മാറിയിട്ടുണ്ട്. സാറിന്റെ അഭിപ്രായത്തിൽ ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികളെയും യുവാക്കളെയും ലഹരി ഉപയോഗത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? മാനസിക സമ്മർദ്ദവും പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളാണ്. ഒരു സ്ട്രെസ് ആൻഡ് കോപ്പിംഗ് മെക്കാനിസമാണ് പ്രധാനമായി വരുന്നത്. പഠന കരിയർ സമ്മർദ്ദം ഉണ്ടാവുക, കടുത്ത മത്സര പരീക്ഷകൾ, ജോലിയില്ലായ്മ, കരിയറിനെ കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ യുവാക്കളിൽ വലിയ മാനസിക ഭാരമുണ്ടാക്കുന്നു. ഈ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്നും വിഷാദങ്ങളിൽ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടുവാനാണ് പലരും ലഹരിയെ ആശ്വാസ മാർഗമായി തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൂട്ടുകാരുടെ ഒരു സ്വാധീനം. പീർ പ്രഷർ, സുഹൃത്തുക്കളുടെ നിർബന്ധമോ സ്വീകാര്യത നേടാനുള്ള ആഗ്രഹമോ, അവരെപ്പോലെ മോഡേൺ ആകണം അല്ലെങ്കിൽ കൂളാകണമെന്ന് ആകാനും വേണ്ടി പലരും ലഹരി പരീക്ഷ നോക്കാറുണ്ട്. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ, വിവാഹമോചനം അല്ലെങ്കിൽ കുടുംബത്തിൽ മുതിർന്നവരുടെ ലഹരി ഉപയോഗം എന്നിവ കുട്ടികളെ മാനസികാവസ്ഥയെ ബാധിക്കുകയും അവരെ ലഹരിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ലഹരി ഉപയോഗത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മതിയായ ബോധവൽക്കരണം ലഭിക്കാത്തത് ഒരു പ്രധാന കാരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. നമ്മുടെ ദ്വീപിലെ നിരവധി ചെറുപ്പക്കാർ ഉപരിപഠനത്തിനും തൊഴിലാവശ്യങ്ങൾക്കുമായി കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും പോകാറുണ്ട്. പെട്ടെന്നുള്ള ഇവരുടെ ഈ മാറ്റം ലഹരിയുടെ കെണിയിൽ വീഴാനുള്ള സാഹചര്യം ഉണ്ടാക്കാറുണ്ടോ? വലിയ നഗരങ്ങളിലേക്ക് പോകുന്ന എല്ലാ യുവാക്കളും ലഹരിയിലേക്ക് പോകുമെന്ന് പറയാനാവില്ല.
എന്നാൽ പുതിയ സാഹചര്യങ്ങൾ, കൂടുതൽ സ്വാതന്ത്ര്യം, കൂട്ടുകാരുടെ സ്വാധീനം, മാനസിക സമ്മർദ്ദം എന്നിവ കാരണം അപകട സാധ്യത വർദ്ധിക്കാം. വലിയ നഗരങ്ങളിൽ ലഹരിമരുന്നുകളുടെ ശൃംഖലകൾ വളരെ വലുതാണ്, ശക്തവുമാണ്. ദ്വീപിൽ നിന്നുള്ള നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെ ഇവർ പെട്ടെന്ന് വലയിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളുമായി സ്ഥിരമായ ആശയവിനിമയം നിലനിർത്തുക, നല്ല സുഹൃത്ത് വലയങ്ങൾ തിരഞ്ഞെടുക്കുക, ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ബോധവൽക്കരിക്കുക എന്നിവ വളരെ പ്രധാനമാണ്. ഇതിനെതിരെ എന്തെല്ലാം മുൻകരുതലുകളാണ് ദ്വീപിൽ സ്വീകരിച്ചിട്ടുള്ളത്? ലഹരിക്കടത്ത് തടയാൻ കർശനമായ പരിശോധനകളും സുരക്ഷാ സംവിധാനങ്ങളുമാണ് ദ്വീപിൽ ഒരുക്കിയിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, നേവി, പോലീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കടലിൽ നിരന്തരമായ പട്രോളിങ്ങും നിരീക്ഷണവും നടത്താറുണ്ട്. മാത്രമല്ല, ലക്ഷദ്വീപിൽ ലഹരിക്കെതിരെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നിരവധി നടപടികൾ സ്വീകരിച്ചു വരുന്നു. തുറമുഖങ്ങളിലും ജെട്ടികളും കർശന പരിശോധനകൾ നടത്തുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടികൾ, നിയമത്തിൻ്റെ കർശനമായ നിയമ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. പിന്നെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി പരിശീലനവും ബോധവൽക്കരണവും നടത്താറുണ്ട്. പ്രധാനമായി നമുക്ക് ഡി അഡിക്ഷൻ സെൻറ്റർ, പിന്നെ ഓൺലൈൻ കൗൺസിലിംഗ് ഫെസിലിറ്റി, ടെലിമാനസ് പോലുള്ള കൗൺസിലിംഗ്, ആരോഗ്യ വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു കുട്ടി ലഹരിയിലേക്ക് നീങ്ങുമ്പോൾ തുടക്കത്തിൽ തന്നെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിൽ നിന്നും അവരെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. തുടക്കത്തിൽ തന്നെ ഇതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? മാതാപിതാക്കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുട്ടികളെ മാറ്റങ്ങൾ കണ്ടെത്താനാവും. അതിൽ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ശാരീരിക ലക്ഷണങ്ങളാണ്. ഇപ്പോൾ കണ്ണുകൾ ചുവക്കുക, ഉറക്കക്രമത്തിൽ വ്യതിയാനം വരിക, പെട്ടെന്ന് ശരീരഭാരം കുറയുകയോ കൂടുകയോ ചെയ്യുക, ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരിക, അസാധാരണമായിട്ടുള്ള ഗന്ധം, ശരീരഗന്ധം, ദുർഗന്ധം, പിന്നെ വ്യക്തി ശുചിത്വത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക തുടങ്ങിയവയാണ് ശാരീരിക ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ പെരുമാറ്റത്തിൽ ഉള്ള ലക്ഷണങ്ങൾ പെട്ടെന്നുള്ള ദേഷ്യം, വാശി, വിഷാദം അല്ലെങ്കിൽ അമിതമായ സന്തോഷം, ഇങ്ങനെ മൂഡ് ഡിസോർഡർ, മൂഡ് സ്വിങ്സ് കാണിക്കുക. കുടുംബങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൽ, വീട്ടുകാർ സംസാരിക്കുന്നത് കുറയുക, രഹസ്യ സ്വഭാവം വർദ്ധിക്കൽ, മുമ്പ് ഇഷ്ടപ്പെട്ടിരുന്ന വിനോദങ്ങളിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ പെട്ടെന്ന് പിന്മാറുക, പിന്നെ ശ്രദ്ധക്കുറവ്, ഉത്തരവാദിത്തമില്ലായ്മ തുടങ്ങിയ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങളാണ്. അതുപോലെ മറ്റു ലക്ഷണങ്ങളാണ് വീട്ടിൽ നിന്ന് പണമോ വിലപിടിപ്പുള്ള സാധനങ്ങളോ കാണാതാവുക, കുട്ടികൾ അമിതമായി പണം ആവശ്യപ്പെടുക, എപ്പോഴും ഫോണിൽ രഹസ്യമായി സംസാരിക്കും, ഫോണിൻ്റെ പാസ്വേഡ് മറച്ചു വെച്ച് രക്ഷിതാക്കളിൽ നിന്ന് ഫോണ് മറച്ചു വെക്കുക തുടങ്ങിയ കാരണങ്ങളൊക്കെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? ലഹരി ഉപയോഗം ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന ഒരു സാമൂഹിക വെല്ലുവിളിയാണ്. അതിനാൽ കുടുംബം, വിദ്യാലയങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ, സമൂഹം എന്നിവയുടെ സംയുക്ത ഇടപെടലും ബോധവൽക്കരണവും ലഹരി ഉപയോഗം തടയുന്നതിൽ നിർണായകമാണ്. ലഹരിക്കെതിരായ പോരാട്ടം നിയമപാലകരുടേത് മാത്രമല്ല, മാതാപിതാക്കൾ, അധ്യാപകർ, യുവജനങ്ങൾ, സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ലഹരിമുക്ത ലക്ഷദ്വീപും ലഹരിമുക്ത ഇന്ത്യയും യാഥാർത്ഥ്യമാകുന്നത്. സാറിൻ്റെ വിലപ്പെട്ട അറിവുകൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിനും നിയമവിരുദ്ധ കടത്തിനുമെതിരായ ദിനത്തിൽ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ആകാശവാണിക്ക് എല്ലാവിധ ഭാവങ്ങളും നന്ദിയും അറിയിക്കാം. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരെന്ന നിലയിൽ ഇത്തരം പ്രശ്നങ്ങളെ നേരിട്ട് കാണുകയും ആളുകളുമായി ഇടപെടുകയും ചെയ്യുന്ന സാമൂഹിക പ്രവർത്തകരുടെ അനുഭവങ്ങൾ കൂടി അറിയാം. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിൻ്റെ ലഹരി വിരുദ്ധ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആസിഫ് അലി എന്നാണ്. ഞാൻ കവരത്തി ദ്വീപ് സ്വദേശിയാണ്. എൻ്റെ പേര് താഹ മാളി എന്നാണ്. ഞാൻ കവരത്തി സ്വദേശിയാണ്. ഇന്ന് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമാണല്ലോ. സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ലഹരി ഉപയോഗം കുടുംബങ്ങളെയും കുട്ടികളെയും യുവാക്കളെയും പ്രതികൂലമായി എങ്ങനെയെല്ലാം ബാധിക്കും? ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് കുടുംബത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇത് മിക്ക കുട്ടികൾക്കും കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇത് കിട്ടുന്നത്. കാരണം പുകവലിക്കുന്ന ബാപ്പ, മുറുക്കുന്ന ഉമ്മമാർ, ഇത് ഒരു ചെറിയ കുട്ടി കണ്ടിട്ടാണ് വളരുന്നത്. അപ്പോൾ അവർ നമ്മൾ പറയുന്നതിനേക്കാളും നമ്മൾ കണ്ടിട്ടാണ് കുട്ടികൾ വളരുന്നത്. ബാപ്പ ഇല്ലാത്ത സമയങ്ങളിൽ ഒരു സിഗരറ്റ് എടുത്ത് കൂട്ടുകാരുമായി പുറത്ത് വലിച്ചു തുടങ്ങുന്നു. ആ തുടക്കമാണ് പിന്നീട് മാരകമായ ലഹരികളിലേക്ക് ആ കുട്ടിയെ ചെന്ന് എത്തിക്കുന്നത്. അത് ഇപ്പോൾ കുടുംബങ്ങളെയും കുട്ടികളെയും ഇത് എങ്ങനെ ബാധിക്കുന്നെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ കുടുംബത്തിലും ഇത് ഒരുപാട് ആൾക്കാർ ഈ സ്മോക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർ ചിലപ്പോൾ ഇത് കൂടുതലും ഇപ്പോൾ നമ്മുടെ സ്മോക്ക് ചെയ്യുന്ന വാപ്പമാർ എന്ത് ചെയ്യും, കുട്ടികളെ ആയിരിക്കും ഈ സിഗരറ്റ് വാങ്ങാനും ബീഡിയൊക്കെ വാങ്ങാനും കടകളിലേക്ക് വിടുന്നത്. അപ്പോൾ കുട്ടി അത് എങ്ങനെ ധരിക്കുന്നു,
ഇതൊന്നും ഉപയോഗിച്ച ഒരു പ്രശ്നമുള്ള സാധനമല്ല. അങ്ങനെ കുട്ടി എന്ത് ചെയ്യും, ആദ്യമൊക്കെ ഒന്നും നോക്കില്ല, പിന്നെ ഇത് ബാപ്പയുടെ നിന്ന് എടുത്ത് ഇങ്ങനെ വലിച്ച്, അല്ല ബാപ്പ വലിച്ച കുറ്റി എടുത്ത് വലിക്കാൻ നോക്കും. അങ്ങനെയൊക്കെയാണ് കൂടുതലും സംഭവിക്കുന്നത്. കുട്ടികൾ കൂട്ടുകെട്ടിൽ പോകുമ്പോൾ അവരെവിടെയൊക്കെ പോകുന്നു, എന്ത് ചെയ്യുന്നു ചില പല മാതാപിതാക്കളും ഇത് അന്വേഷിക്കുന്നില്ല. പിന്നീട് കുട്ടികളെ എന്ത് ചെയ്യുന്നു, കുട്ടികൾ കൂടുതൽ ഇതിലേക്ക് അടിമപ്പെട്ടതിന് ശേഷമാണ് ചില മാതാപിതാക്കൾ തിരിച്ചറിയുന്നത്. അപ്പോൾ തിരിച്ചറിയുമ്പോഴേക്കും എന്ത് ചെയ്യും, കുട്ടികളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നു. നമുക്ക് ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആൺകുട്ടികളായിരുന്നു, ഇന്നിപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ ഈ ലഹരിയിൽ അടിമപ്പെട്ടിട്ടുണ്ട് എന്നതിന് കാരണം നമ്മുടെ ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവരെ എത്രത്തോളം നമ്മൾക്ക് കരകയറ്റാൻ പറ്റുമെന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് സാമൂഹ്യ പ്രവർത്തനം. ഞങ്ങളുടെ ഈ ഒരു സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യവും അത് തന്നെയാണ്. നമ്മൾ മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചേർത്ത് പിടിക്കുന്നില്ല. ഈ സമൂഹത്തിന് ഒരുപാട് പങ്കുണ്ട്. ഒരു കുട്ടി ഒരാളെ ചീത്തയാക്കുന്ന ഒരു സമൂഹത്തിന് ഒരുപാട് പങ്കുണ്ട്. സമൂഹം അവനെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ഭ്രാന്തനായ ഒരു വ്യക്തി, അയാളുടെ ഭ്രാന്ത് മാറിയാലും എന്ത് ചെയ്തു, പക്ഷേ അയാൾ ഭ്രാന്തൻ തന്നെയാണ്. കാരണം ഒരു സമൂഹം അവനെ അംഗീകരിക്കാൻ മടിക്കുന്നു. അവൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ അവനെ എന്ത് തള്ളിവിടും. അതുപോലെയാണ് അവൻ ചിലപ്പോൾ അതിൽ നിന്നെല്ലാം മോചിതനായി മാറിയതായിരിക്കും, പക്ഷെ അവനെ എന്ത് ചെയ്യുന്നു, സമൂഹം അംഗീകരിക്കാൻ ഒരു ഇതാക്കുന്നില്ല. ലഹരിയിൽ അകപ്പെട്ടു പോയ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ അയാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് നാം ശ്രമിക്കേണ്ടത്. സാർ പറഞ്ഞ പോലെ അതിൽ കുടുംബത്തിനും സമൂഹത്തിനും സുഹൃത്തുക്കൾക്കും എന്ത് പങ്കാണ് വഹിക്കാനുള്ളത്? സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഒരുപാട് പങ്കുകളുണ്ട്. കാരണം നമ്മുടെ എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ മനുഷ്യർ പറ്റാം. പല കുടുംബങ്ങളും നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, അവനൊരു തെറ്റ് ചെയ്ത് അവനെ തെറ്റുന്ന ആ തെറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പകരം അവനെ കൂടുതൽ എന്ത് ചെയ്തു, ശാസിച്ച് അവനെ ആ തെറ്റുകാരനാക്കി മാറ്റുവാനാണ് ശ്രമിക്കുന്നത്. അതിൽ നിന്ന് അങ്ങനെയല്ല, ആ ഒരു ബാപ്പായാലും ഒരു ചേട്ടനായാലും അല്ല കുടുംബത്തിലുള്ളൊരു മുതിർന്ന ഒരാളായാലും ആ ചീട്ടായ കുട്ടിയെ അവനെ എങ്ങനെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും, അവൻ എങ്ങനെ ഇത് മാറി. കാരണം ഉപദേശം നല്ലതാണ്. അത് അധികമായാൽ അമൃതവും വിശ്വം എന്ന് പറഞ്ഞ പോലെ ഉപദേശം അധികമായാലും അത് അവൻ്റെ ചീത്ത വഴിയിലേക്ക് പോകാൻ കൂടുതൽ വൈകിട്ടും. അങ്ങനെ ഒരു സംഭവം നമ്മുടെ അനുഭവങ്ങളിൽ, എൻ്റെ അനുഭവങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അവനെ എങ്ങനെ മാറ്റി, അവൻ്റെ കൂട്ടുകെട്ടിലാണ് ഇത് സംഭവിച്ചത്, അപ്പോൾ എങ്ങനെ ഇവനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും എന്നുള്ള ശ്രമം നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബത്തിലുള്ളവരും ശ്രമിക്കുന്നില്ല. അതുപോലെ നമ്മുടെ കൂട്ടുകാർ ഇപ്പോൾ നമ്മുടെ കൂട്ടുകെട്ടിൽ തന്നെ ഒരുപാട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാകും, ലഹരി ഉപയോഗിക്കാത്തവരുണ്ടാകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അവനെ ഉപയോഗിക്കുന്നവനെ എങ്ങനെ നമ്മുടെ കൂട്ടുകാരനെ നമ്മളെ വിളുന്ന് ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ, നമ്മളെ കൂട്ടുകെട്ടിലുള്ള ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇവനെ അങ്ങനെ പട്ടുപോയത്, അപ്പോൾ അവന് വേറൊരു കൂട്ടുകെട്ടിൽ പോയി പെട്ടതാണോ, അപ്പോൾ അവനെ എന്തുകൊണ്ട് അതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും എന്ന് നമ്മുടെ കൂട്ടുകാർക്കും ഇത് നമ്മുടെ കൂട്ടുകാരെന്നൊരു കൂട്ടായ്മയാണ്. സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു കടപ്പുറത്തോ അല്ലെങ്കിൽ ഒരു മറ്റേ കളിസ്ഥലത്ത് പോയിരുന്ന് വെറും വിനോദത്തിന് മാത്രം കൂടുന്നല്ല. കൂട്ടുകാരുമായിട്ട് ഒരുപാട് ഉത്തരവാദിത്തമാണ്. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമുക്കെന്നും തുറന്നു പറയാൻ പറ്റുന്നൊരു സംഭവമാണ് കൂട്ടുകാർ. കാരണം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പലതും തുറന്നു പറയാൻ പറ്റില്ല, പക്ഷേ അതേ സമയം നമ്മുടെ കൂട്ടുകാരോട് പലതും തുറന്നു പറയാം. ചിലപ്പോൾ പല സാഹചര്യം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവൻ മദ്യപാനിയായത്. അപ്പോൾ അവൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം, അവനെങ്ങനെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അവൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളുകൊണ്ടാണോ, അപ്പോൾ അത് അവനെ കൊണ്ടിച്ച് തുറന്ന് പറയിപ്പിച്ച് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളത് നമ്മളിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാൻ പറ്റും എന്നുള്ള ശ്രമം നമ്മുടെ കൂട്ടുകാർക്ക് ഒരുപാട് ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് താഹ സാറിന് എന്താണ് പറയാനുള്ളത്? നമുക്കിവിടെ ഇത് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം ഒരു അമ്മയുടെ കൊലപാതകം കൊണ്ട് കലാശിച്ചത് ആ ലഹരിയുടെ ഒരു കാരണം കൊണ്ടാണ്. ഒരു ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു അച്ഛൻ ആ അമ്മയുടെ നെഞ്ചിൽ കിടന്ന് കരയുന്ന ഒരു സംഭവം. എന്നിട്ട് ആ അച്ഛനെ അത്രത്തോളം വേദനിപ്പിച്ചത് എന്ന് പറയുന്നത് അവർ ചോറും പാലും ഒക്കെ കൊടുത്തിട്ട് ആ അമ്മയെ കളത്തറുത്ത് കൊല്ലാൻ അല്ലെങ്കിൽ കത്തി ഇറക്കിയിട്ട് കൊല്ലുന്ന ഒരു സമയത്ത് അവൻ്റെ മനസ്സിൽ ഒരു മനുഷ്യൻ്റെ മനസ്സല്ല, അത് ചെകുത്താൻ്റെ മനസ്സായി മാറി. അതിന് കാരണമെന്ന് പറയുന്നത് അവന് ഉപയോഗിക്കുന്ന മാരകമായ ലഹരിയാണ്. എന്നിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നുണ്ട്, ഞാൻ അമ്മയെ വകവരുത്തി, അടുത്തതിൻ്റെ ലക്ഷ്യം അച്ഛനെയാണ്. നമ്മളൊരു കാര്യങ്ങൾ ഒരാളുടെ അറിയാതെ ഒരാളുടെ ദേഹത്ത് എത്തുമ്പോൾ നമ്മൾ പറയും സോറി എന്ന് പറയുന്നു, പക്ഷെ അത് നോർമലായ ഒരു മനുഷ്യന് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഇവൻ്റെ തലയുള്ള ലഹരിയാണ് അമ്മയെ കൊന്നതിന് ശേഷം അച്ഛനെ കൊല്ലും എന്നുള്ള ലെവലിലേക്കാണ് ഇവൻ്റെ ചിന്താഗതി മാറിക്കൊണ്ടുപോകുന്നത്. ഇത് വളരെ ഡേഞ്ചറായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. കാരണം നമ്മൾ പറയും ഇവിടെ ഒന്നുമില്ലല്ലോ, അത് വൻകരയിലും ആ സ്ഥലങ്ങളിലല്ലേ ഇതുള്ളത്. നമ്മൾ 10-15 വർഷം ബോംബെയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്. നാളെ ഇത് ഇവിടെ നടക്കില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ പോകുന്നത് അയൽ സംസ്ഥാനങ്ങളിലും വിദേശത്തുമൊക്കെയാണ്. എനിക്ക് അച്ഛനമ്മമാരോട് ബാപ്പമ്മമാരോട് പറയാനുള്ളത്, അവർ അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ അവർ ഫ്രീ ആയിട്ട് അവരെ ഉപദേശിക്കാൻ ആളില്ല, അവരെ നിയന്ത്രിക്കാൻ ആളില്ല.
ഈ ഒരു ചെറിയ ലഹരി ഇവിടെ തുടങ്ങിയാൽ പിന്നെ അവർ ചെന്ന് പെടുന്നത് ലഹരിയുടെ അങ്ങേയറ്റമുള്ള സ്ഥലങ്ങളിലായിരിക്കും. അവരെ ആരും അവിടെ ഉപദേശിക്കില്ല. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന കുട്ടികളെ അവർ തിരിച്ചു വരാത്ത അങ്ങനെ ആ ലെവലിലേക്ക് അവർ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന രീതിക്കുള്ള ലഹരി ഉപയോഗം നമുക്ക് നേരിട്ട് കാണേണ്ടി വരും. നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ കൂട്ടുകെട്ടുകൾ ആരൊക്കെയാണെന്ന് നമ്മൾ എപ്പോഴും തിരക്കുക, അവരുടെ ശീലങ്ങൾ മാറുന്നുണ്ടോ എന്ന് തിരക്കുക. പിന്നെ ഇവിടെ തന്നെ ആരെങ്കിലും ഒരു ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കുട്ടികൾ തന്നെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കരുത്. അത് മറച്ചു വെക്കാതെ അത് ശാസ്ത്രീയപരമായ രീതിയിലുള്ള ചികിത്സകളും ഡോക്ടർമാരെ കണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യണം. കാരണം നമ്മുടെ ഇവിടെ തന്നെ കവരത്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ബാപ്പ ഒരു ദിവസം പറഞ്ഞതാണ്, ഈ ലഹരി അടിമയായ ഒരു കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിലേക്ക് ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്ന ഒരു ബാപ്പ നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം വിഷമമുണ്ടാകുന്നുണ്ട് ഇവിടെ. അപ്പം ലഹരി എന്ന് പറയുന്നത് സർവനാശത്തിനും കാരണമാണ്. അത് തുടക്കത്തുള്ള ഈ ചെറിയ ലഹരി മുതൽ വലിയ ലഹരി വരെ നമ്മുടെ ഇവിടെ ഉണ്ട് എന്നാണ് പോലീസ് കേസുകളിൽ കാണുന്നത്. ഇന്ന് കള്ളോ മറ്റു കാര്യങ്ങളല്ല, ഉള്ളം കയ്യിൽ ഒതുക്കി പിടിക്കുന്ന ലഹരികൾ, ഒരു തൂണിൻ്റെ മറയിൽ നിന്ന് ഉപയോഗിക്കുന്ന അത്രയും മാരകമായ ലഹരിയാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഉപയോഗിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ ഉമ്മമാർ ഉപദേശിക്കുമ്പോൾ ഒരിക്കലും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവർ കാണിക്കുന്ന സ്നേഹമെല്ലാം അത് സ്നേഹമായിട്ട് തോന്നില്ല. അപ്പം അവർ വീടുകളിൽ നിന്ന് ഉപദേശിച്ചാൽ ഒരിക്കലും അത് ശരിയാവില്ല. അതുകൊണ്ട് ശാസ്ത്രീയമായ ചികിത്സാ രംഗങ്ങളിലേക്ക് ആ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് അവരെ ആ ഒരു രീതിയിലേക്ക് മനുഷ്യനായി മാറ്റാൻ ഓരോ മാതാപിതാക്കളും തയ്യാറാകേണ്ടതാണ്. അപ്പോൾ ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നല്ലൊരു സന്ദേശമാണ് രണ്ടുപേരും പങ്കുവച്ചത്. ഒരുപാട് നന്ദി. നമസ്കാരം. ജൂൺ 26 ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഇത്തരമൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ച ആകാശവാണിക്ക് ഞങ്ങളുടെ സംഘടന പേരിലും എൻ്റെ പേരിലും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ജൂൺ 26 ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്ത് ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ദിനത്ത് ഇത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾ ഈ ഒരു പരിപാടിക്ക് വിളിച്ച ആകാശവാണി കവരത്തി നിലയത്തിലെ എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഈ സംഘടന പേരിലും എൻ്റെ പേരിലും അറിയിച്ചോളുന്നു. ലഹരി ഉപയോഗം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, കുടുംബത്തെയും സമൂഹത്തെയും മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ സാമൂഹിക വെല്ലുവിളിയാണ്. ഇന്ന് നമ്മുടെ കൂടെയുണ്ടായിരുന്ന അതിഥികൾ ലഹരിയുടെ ആരോഗ്യപരവും സാമൂഹികപരവും മാനസികപരവുമായ വിവിധ വശങ്ങളെക്കുറിച്ചും അതിനെ മറികടക്കുന്നതിൽ ഓരോരുത്തർക്കും വഹിക്കാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് പങ്കുവച്ചത്. ഈ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതയും ബോധവൽക്കരണവും ശക്തിപ്പെടുത്താനും ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു സമൂഹം കെട്ടിപ്പടുത്താനും നമുക്കെല്ലാവർക്കും കൈകോർക്കാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പ്രത്യേക പരിപാടി. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥികൾ ദീൻ ദയാൽ ഉപാധ്യായ ആയുഷ് ഹോസ്പിറ്റൽ കവരത്തിയിലെ മെഡിക്കൽ ഓഫീസർ സിദ്ധ ഡോക്ടർ റിസ്വാന ഷെഹസാദി, നാഷണൽ ഹെൽത്ത് മിഷനിൽ കൗൺസിലറായി ജോലി ചെയ്യുന്ന AFG സാഗർ AB, സാമൂഹിക പ്രവർത്തകരായ താഹ മാളിക, ആസിഫ് അലി. ഈ പരിപാടി തയ്യാറാക്കിയത് BB സമിയ, സലാഹിയ മൻസിൽ. ഏവർക്കും നന്ദി, നമസ്കാരം.